ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് മാത്യൂസ് കെ എബ്രഹാം, റേച്ചൽ മാത്യൂസ്, IB, ലിബി ആൻഡ് സിബി, ന്യൂയോർക്ക്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, മൺമേനായ മനുഷ്യന് അത്യുന്നതനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും അത്യുന്നതനായ ദൈവത്തെ അനുഭവമാക്കുവാനും അനേകമായ അവസരങ്ങൾ ദൈവം ഒരുക്കാറുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പലപ്പോഴും മനുഷ്യന് കഴിയാത്തത് അവൻ്റേതായിട്ടുള്ള മനോഭാവങ്ങൾ കൊണ്ടാണ്. അവസരങ്ങൾ ദൈവം നൽകുമ്പോൾ പലപ്പോഴും മനുഷ്യരുടെ പ്രതികരണങ്ങൾ 3 തരത്തിലാണ്. ഉടനെ നമുക്ക് പ്രവർത്തിക്കേണ്ട, അല്പം കഴിഞ്ഞായാലും നമുക്ക് ഈ അവസരങ്ങൾ ലഭിക്കും, അതുവരെയും ഇങ്ങനെയൊക്കെ പൊയ്ക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയാണ് ഒരു കൂട്ടർക്ക്. മറ്റൊരു കൂട്ടർക്ക് ഇത് വാസ്തവമായിട്ടും നടക്കുന്ന കാര്യമാണോ, ഇപ്രകാരം ഒരു പരീക്ഷണത്തിലൂടെയോ ഇപ്രകാരം ഒരു അനുസരണത്തിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ, ഇനിയും വേറെന്തെങ്കിലും പോം വഴി ഇതല്ലാതെ ലഭിക്കുകയില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവം നൽകുന്ന അവസരത്തെ മാറ്റിവെക്കുന്ന ചിലരുണ്ട്, പാടെ തിരസ്കരിക്കുന്നവരുണ്ട്. എന്നാൽ വളരെ ചെറിയ ഒരു കൂട്ടം മാത്രമാണ് ദൈവം നൽകുന്ന അവസരത്തെ തക്കത്തിൽ ഉപയോഗിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അപ്രകാരം ഒരു വ്യക്തിയെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ യേശു നിന്നു. യേശു നിൽക്കുവാൻ തക്കവണ്ണം തൻ്റെ പ്രവൃത്തി കൊണ്ട് മുഖാന്തരമൊരുക്കിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് വിശുദ്ധ മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. Today we find many people, though they get opportunities to be blessed by the Almighty God, they refuse to take such opportunities. They fail to respond. Our Heavenly Father, in His love for mankind, many a time provides opportunities for man to experience the power of the Almighty God. But many a time he refuses to accept it because of many reasons. Some may think, oh, it's not so necessary now, we can have it later. They go on postponing their actions. There are some people who doubt the capacity of the Almighty God or the power of the Almighty God. Let us see what's happening, let us wait. Or maybe there is some other way to find a blessing. And still there are some others who capture the opportunity whenever they are provided. So this is a very small volume of people. Whenever they get an opportunity, they grab it and also gain the blessings from the Almighty God. St. Mark chapter 10 verse 49 says, and Jesus stood still. Jesus stood still. What made Jesus to stand still was the reaction of a man. ഇപ്രകാരം യേശുവിനെ നിൽക്കുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കിയത് ഒരു വ്യക്തിയുടെ പ്രതികരണമാണ്. നാം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നാം കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. കാരണം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യേശു യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ ജനക്കൂട്ടത്തോടും യെരുശലേമിലേക്ക് പുറപ്പെട്ടു. ഒരു വലിയ ജനക്കൂട്ടവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യേശു തൻ്റെ അന്ത്യയാത്രയായിട്ട് യെരുശലേമിൽ പോവുകയാണ്. യെരുശലേമിൽ താൻ ക്രൂശിക്കപ്പെടുമെന്നും നിന്ദിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അവസാന യാത്രയാണ് യെരിഹോവിലൂടെ നടത്തുന്നത്. വലിയൊരു ജനക്കൂട്ടം അവൻ്റെ പിന്നാലെയുണ്ട്, തൻ്റെ ശിഷ്യന്മാരും ഒപ്പമുണ്ട്.
അപ്പോൾ യെരിഹോവിൻ്റെ തെരുവീതിയിലൂടെ പോകുമ്പോൾ അവിടെ ധാരാളം ഭിക്ഷക്കാർ ഭിക്ഷ യാചിക്കുന്നതിനായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ യാചകർക്ക് നല്ല വരുമാനമുണ്ടാക്കുന്ന ഭിക്ഷകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ദിവ്യപുരുഷനോ പ്രവാചകനോ അപ്രകാരമുള്ള ആത്മീയ പഥത്തിൽപ്പെട്ടവർ പോകുമ്പോഴാണ് ജനങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുവാൻ തക്കൊണ്ട് മുഖാന്തരം ഒരുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന അനേക യാചകരിൽ ഒരുവനാണ് തീമയുടെ മകനായ ബർത്തിമായി. 3 സുവിശേഷങ്ങളിൽ, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ സംഭവത്തെ കുറിച്ച് അല്പം വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത് അവർ 2 കുരുടന്മാരായിരുന്നു എന്നാണ്. ബാക്കി സംഭവങ്ങളെല്ലാം ഒരുപോലെ വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരുവനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കിയ കാര്യം, പേരെഴുതിയിട്ടില്ല. ബാക്കി എല്ലാ സംഭവവികാസങ്ങളും ഒരുപോലെ തന്നെ, പേരില്ലെന്ന് മാത്രം. എന്നാൽ വിശുദ്ധ മർക്കോസ് മാത്രമാണ് ഈ അന്ധനായ മനുഷ്യൻ തിമയുടെ മകനായ ബർത്തിമായി ആണ് എന്ന് വിവരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അന്ധനായ മനുഷ്യൻ ഒരു വഴിവക്കിലിരുന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് അധികമാരും ചിന്തിക്കാറില്ല. അവൻ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഒരാശ്രയമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഗതികേടിൽ മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. സമൂഹം അവഗണിച്ചു കളഞ്ഞ ഒരു മനുഷ്യനാണ്. മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ അന്ധകാരമാണ്. അവൻ ഈ പുറം ലോകത്തെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കണ്ടറിയുവാനുള്ള ഭാഗ്യമില്ല. എപ്പോഴും അവൻ്റെ മുൻപിലുള്ളത് അന്ധകാരം മാത്രമാണ്. വളരെ ഏകാന്ത ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അന്ധന്മാർ. ചെകിടനാണെങ്കിൽ, ചെവി കേൾക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കുവാൻ കഴിവില്ലാത്തവരാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് അവർക്ക് പലതും കാണുവാനും അതോടൊപ്പം തന്നെ പ്രതികരിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ കഴിയും. ഒരു അന്ധന് ഒരിക്കലും അത് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന മനുഷ്യനാണ് ബർത്തിമായി. ആരോരുമില്ലാത്ത നിസ്സഹായനായ ഒരു മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന് പരസഹായം ആവശ്യമുണ്ട്. അപ്പോൾ യെരിഹോവിൻ്റെ വഴിയരിയിലിരിക്കുന്ന അനേകം ഭിക്ഷാടകരിൽ ഒരുവനാണ് ബർത്തിമായി. യേശു യെരിഹോവിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനക്കൂട്ടം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്നവൻ ചോദിച്ചു. ജനക്കൂട്ടം കടന്നു പോകുന്നത് കേട്ട്, കാരണം അവനെ കാണുവാൻ കഴിയുകയില്ല. ഈ വലിയ ജനത മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ആ കാലടികളുടെയും അവരുടെ സംസാരങ്ങളുടെയും മറ്റും ശബ്ദ കോലാഹലം കൊണ്ടാണ് അവന് ഇപ്രകാരം ഒരു വലിയ സമൂഹം മുൻപിലൂടെ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിലെ അത് വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വലിയ ശബ്ദം കേട്ട്. അപ്പോൾ ഇതെന്താണ് അവൻ ചോദിച്ചു. അപ്പോൾ അവനോട് അവിടെ നിന്ന ആരോ പറഞ്ഞു, നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. ഈ ശബ്ദം എന്താണ് എന്നവൻ ചോദിക്കുമ്പോൾ നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവനെ അറിയിക്കുകയാണ്. അത് കേട്ട മാത്രയിൽ അവന് പ്രതികരിക്കുകയാണ്. ഇപ്രകാരം പറയുമ്പോൾ യേശു അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന്, കാരണം ഇവനൊരു ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, അവൻ ഇരിക്കുകയാണല്ലോ. സാധാരണഗതിയിൽ അന്ധന്മാരായവർ പ്രത്യേകിച്ചും ഇരുന്നുകൊണ്ടാണ് ഭിക്ഷ യാചിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എത്ര ദൂരെയാണ് യേശു എന്ന് അവൻ അറിഞ്ഞുകൂടാ.
യേശു കടന്നുപോയോ എന്നറിഞ്ഞുകൂടാ. ശബ്ദാരവം മാത്രമേ അവൻ കേൾക്കുന്നുള്ളൂ. ആ പശ്ചാത്തലത്തിൽ അവന് ഉടനടി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില നിമിഷങ്ങൾ കടന്നു പോയാൽ യേശു നടന്ന് അവനെ പിന്നിട്ട് മുൻപോട്ട് പോകും. ഉടനടിയാണ് അവൻ പ്രതികരിക്കേണ്ടത്. പക്ഷേ ഉടനടി പ്രതികരിക്കണമെങ്കിൽ അവന് യേശുവിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. കാരണം അവനോടൊപ്പം ഇരിക്കുന്ന അനേക യാചകർ, അവരൊക്കെ ഇതുപോലുള്ള ഓരോരോ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ബലഹീനതകളൊക്കെ ഉള്ളവരാണ്. അവരാരും പ്രതികരിക്കുന്നില്ല. അവർക്കെല്ലാം യേശുവിനെ കാണാം, ആ ജനക്കൂട്ടത്തെ കാണാം, മുൻപോട്ട് പോകുന്നതൊക്കെ കാണാം. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രതികരണവും ഭർത്തിയുമായി കേൾക്കുന്നില്ല. അവൻ ഉടനെ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. അപ്പോൾ യേശുവിനെക്കുറിച്ച് ഇതിനു മുൻപ് അവൻ കേട്ടിട്ടുണ്ട്. അവൻ യേശുവിനെ കണ്ടിട്ടില്ല. ആ കേട്ട യേശു തൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നു എന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, അവൻ കരയുകയാണ്, വിളിച്ചു പറയുകയാണ്. കാരണം അവനും യേശുവുമായിട്ടുള്ള ദൂരം തിട്ടപ്പെടുത്തുവാൻ അവന് കഴിവില്ല. ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണോ യേശു പോകുന്നത്? യേശു ഏറ്റവും മുൻപിലാണോ? ജനക്കൂട്ടം മുൻപിലും യേശു പിന്നിലുമായിട്ടാണോ നടന്നു പോകുന്നത്? ഇതൊന്നും അവൻ അറിഞ്ഞുകൂടാ. മറ്റാരോടും ചോദിക്കുവാൻ സാധ്യവുമല്ല. കാരണം എല്ലാവരും യേശുവിനെ കാണുവാനുള്ള തിരക്കാണ്. എല്ലാവരും യേശുവിനെ നോക്കുകയാണ്. ഈ പൊട്ടക്കണ്ണൻ്റേതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഇവന് സൗഖ്യം നൽകുവാൻ യേശുവിന് കഴിയുമെന്ന് അവൻ്റെ അപ്പനായ തിമായി പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ യേശുവിനെ കാണുവാനുള്ള തിരക്കിൽ എല്ലാവരും വഴിയരികിൽ തിങ്ങിക്കൂടി അവിടെ നിൽക്കുമ്പോൾ യേശു മുൻപോട്ട് കടന്നു പോവുകയാണ്. ഇവൻ അതിനെല്ലാം പിന്നിലാണ്. പിന്നെ യേശുവിനെ ഏതെങ്കിലും തരത്തിൽ സമീപിക്കുവാൻ ഇവന് കഴിവില്ല. കാരണം ഒരു പൊട്ടക്കണ്ണൻ എഴുന്നേറ്റ് എങ്ങോട്ടാണ് ഓടുന്നത്? ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൻ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിവില്ല. മാത്രമല്ല ജനങ്ങൾ അവനെ പിടിച്ച് തള്ളിക്കളയും. ആ അവസ്ഥയിൽ അവൻ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധ്യമായിട്ടുള്ളൂ, ഉറച്ച് നിലവിളിക്കുക. അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം. കാരണം അവൻ്റെ അവസ്ഥ അത്രയ്ക്ക് ശോചനീയമാണ്. ആരോരുമില്ലാതെ അന്ധതയിൽ അവൻ ജീവിക്കുകയാണ്, ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ്, സഹായിക്കാൻ ആരുമില്ല. ഈ അവസ്ഥയിൽ അവനെ രക്ഷിക്കുവാൻ തക്കതിനവണ്ണം യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. Bartimaeus was sitting there, and when he knew that Jesus was going in front of him, he cried with all his might, Jesus, Son of David, have mercy on me. There was no other alternative. He could not reach Jesus by any means. So he cried out. He was crying, literally he was crying and shouting, Jesus, Son of David, have mercy on me. So here we find, amidst all these noises around, he tries his best to reach Jesus. And immediately in Luke chapter 18 verse 37, we find the people who are going in front trying to silence him. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ, മുമ്പിൽ നടക്കുന്നവർ മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചു. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ യേശുവിൻ്റെ മുന്നാലെ പോകുന്ന ജനസമൂഹം അവർ ഇവനെ ശാസിക്കുകയാണ്. ഇവൻ്റെ ശബ്ദം അവർ കേട്ടു. മിണ്ടാതിരിക്കുക, ശബ്ദം ഉണ്ടാക്കാത്ത ഗുരു പുറകിലുണ്ട്, ശബ്ദം ഉണ്ടാക്കാത്ത. നമ്മളിപ്പോൾ മന്ത്രിയൊക്കെ വരുമ്പോൾ പൈലറ്റ് ജീപ്പ് പോകുന്നത് പോലെ അവർ മുൻപിടയിൽ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് യേശുവിനെ ആനയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. വളരെ അധികാരമുള്ള കൂട്ടരാണ് മുന്നിൽ പോകുന്നവർ. അവരാണ്
ബർത്തിമായോട് പറയുന്നത് മിണ്ടാതിരിക്കുക. പക്ഷേ അവനത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവരെ അനുസരിക്കുവാൻ തക്കതിനവണ്ണം അവൻ തുനിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏക അവസരം നഷ്ടപ്പെട്ടു പോകും. ഇവൻ നിലവിളിക്കുമ്പോൾ തന്നെ ഈ നിലവിളി മറ്റനേകർ കേൾക്കുന്നുണ്ട്. ആരും കർത്താവിനോട് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല. അവനോടൊപ്പമുള്ള മറ്റ് യാചകർ അത് കേൾക്കുന്നുണ്ട്. രോഗികളായിട്ടിരിക്കുന്ന യേശുവിനെ കാണുവാനായിട്ട് അവിടെ കൂടി നിൽക്കുന്നവർ, ആ വഴിയോരത്തുള്ളവരിത് കേൾക്കുന്നുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവരിത് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നൊന്നും ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഇവർ അവൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവനത് കൂട്ടാക്കാതെ വീണ്ടും അത്യുച്ചത്തിൽ, മുൻപിലത്തേതിനേക്കാൾ ഉച്ചത്തിൽ അവൻ നിലവിളിക്കുകയാണ്. വീണ്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണം. അവനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത, അവന് യാതൊരു രീതിയിലും സഹായം എത്തിക്കുവാൻ കഴിയാത്ത, അവനോട് യാതൊരു രീതിയിലും സഹതാപം കാണിക്കുവാൻ കഴിയാത്ത ആ വ്യക്തികളുടേതായിട്ടുള്ള ആജ്ഞ അനുസരിക്കുവാൻ അവൻ തയ്യാറായില്ല. He knew one thing, it's now or never. This is the only opportunity where he can be healed by Jesus. But the big question remains, how to reach Jesus? Well, he never bothered about their command. He shouted all the more with all his voice, and Jesus heard that voice. യേശു ആ ശബ്ദം കേട്ടു. ആരും യേശുവിനോട് പറഞ്ഞതല്ല. അത്രയും വലിയൊരു തിരക്കിൻ്റെ ഇടയിൽ, അത്രയും ശബ്ദകോലാഹലങ്ങൾ ചുറ്റും നിൽക്കുമ്പോഴും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, തന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ശബ്ദം യേശു തിരിച്ചറിഞ്ഞു. വാസ്തവത്തിൽ ഭർത്തിയുമായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ സുവിശേഷം അവൻ കേട്ടു. ആരാണ് കടന്നു പോകുന്നത്? യേശു, നസ്രയനായ യേശുവാണ്. അതൊരു സുവിശേഷമാണ്. യേശുവിനെക്കുറിച്ച്, യേശു പോകുന്നതിനെക്കുറിച്ച് അവൻ കേട്ടു. അവൻ നേരത്തെ യേശുവിനെക്കുറിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അവൻ ഉടനടി പ്രതികരിക്കുകയാണ്. അതൊരു പ്രാർത്ഥനയാണ്. യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, യേശുവാണ് മുൻപിലുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചത്? ഹൃദയം തകർന്നവനായി അവൻ കരയുകയാണ്, നിലവിളിക്കുക. ഹി ക്രൈഡ് അണ്ടു ജീസസ്. അവൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനൊരു മാർഗമില്ല. അവനെ രക്ഷിക്കുവാൻ തക്കതിനവണ്ണം യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് അങ്ങനെയുള്ള ഒരേ ഒരു അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ബർത്തിമായ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിക്കുവാനോ കാഴ്ച പ്രാപിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് തൻ്റെ മുൻപിൽ പോയ ജനങ്ങളുടേതായിട്ടുള്ള ആജ്ഞ നിരസിച്ചുകൊണ്ട് ബർത്തിമായി നിലവിളിച്ചു. ആ നിലവിളി സ്വർഗം കേട്ടു, യേശു കേട്ടു. ഇന്ന് ആത്മീയ യാത്രയിൽ പലരും ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എക്യുമെനിക്കൽ ശുശ്രൂഷകളിൽ എന്ന് ഞാൻ പറയുമ്പോൾ, പരിശുദ്ധാത്മ നിറവിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് പോലെയുള്ള എക്യുമെനിക്കൽ ശുശ്രൂഷകളിൽ തങ്ങളുടെ പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളും ആകുലങ്ങളും ഒക്കെയും ഇറക്കി വെക്കുവാൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവയെ പരിഹരിക്കുവാൻ തക്കതിനവണ്ണം അനേകർ കടന്നു വരും. അപ്പോൾ പലപ്പോഴും അവർക്ക് പല വിലക്കുകൾ ഉണ്ടാകും. എന്തിനാണ് അവിടെ പോകുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരെ, പള്ളിയിൽ വന്നാൽ പോരെ? ഇതൊരു എക്യുമെനിക്കൽ ശുശ്രൂഷയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നതും ഇതുപോലെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകൾ പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകളാണ്, അല്ല സഭകളല്ല. ഇതിൽ കടന്നു വരുന്നവരൊക്കെ അവരുടെ സഭകളിൽ നിർബന്ധമായിട്ട് പോകണം, സഭയുടെ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ദൈവനാമോടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയും വേണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ നിബന്ധനകൾ.
അപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഭർത്തിമായെ വിലക്കിയതുപോലെയുള്ള വിലക്കുകൾ ഇന്നും അവിടെ ഇവിടെ മുഴങ്ങിക്കേൾക്കാം. അവർക്ക് സൗഖ്യം നൽകുവാൻ കഴിയുകയില്ല, അവർക്ക് പ്രയാസ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല. എക്യുമെനിക്കൽ ശുശ്രൂഷ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് ലോകത്തെ എക്യുമെനിക്കൽ സംഘടനയുണ്ട്, എക്യുമെനിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ആഗോള ക്രൈസ്തവ സമൂഹമുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒരു വാക്കുകൂടെ അതിൽ കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മ ശക്തിയിലും പ്രവർത്തിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് അനുഭവമാക്കി കൊടുക്കുന്ന ശുശ്രൂഷയാണിത്. വേർഡ് വൺ മിനിസ്ട്രീസിൽ തന്നെ 14 സഭകളിൽ നിന്നുള്ള സഹോദരങ്ങളാണ് ലോകവ്യാപകമായിട്ട് പങ്കെടുക്കുന്നത്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇത് രജിസ്റ്റേർഡായിട്ടുള്ള ശുശ്രൂഷയാണ്, എക്യുമെനിക്കൽ ശുശ്രൂഷയാണ്. അപ്പോൾ പലപ്പോഴും പലരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ പല വിലക്കുകളും ഉണ്ടാകാറുണ്ട്, പലരും ഭീഷണിപ്പെടുത്താറുണ്ട്. എന്തിനാണ് അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഇവിടെ പ്രാർത്ഥനയില്ലേ? ഒരു വ്യക്തിയുടെ സൗഖ്യമോ സമാധാനമോ വിടുതലോ അല്ല പ്രാധാന്യം അർഹിക്കുന്നത്, മറ്റൊരിടത്ത് പോകരുത് എന്നുള്ളതാണ്. ചില സഹോദരങ്ങളെ അതായിട്ട് വരവ് നിർത്തും. വിലയിൽ എന്നെ സംബന്ധിച്ച് ആര് പ്രാർത്ഥിക്കാൻ വന്നിരുന്നാലും ആരുടെ പ്രയാസ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള അവസരം നൽകുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കവിഞ്ഞ് മറ്റൊരു കാര്യമില്ല. പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെയും അന്വേഷിക്കാറില്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഒരു ദിവസം വെളുപ്പിനെ 4:30 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എനിക്കവനെ നേരത്തെ പരിചയമുണ്ട്, ആത്മീയമായിട്ടല്ല അല്ലാത്ത രീതിയിൽ. നാട്ടിലെ സ്ഥലത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അവൻ കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമുണ്ട്. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. വെളുപ്പിനെ 4 മണിയായിട്ടുള്ളൂ. അച്ചായൻ പോലീസിനെ വിളിച്ചാൽ പോലും പോലീസ് ഇവിടെ വരുന്നതിന് മുൻപേ ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. കാരണം 5 മിനിറ്റ് മതി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ. കയറൊക്കെ കെട്ടി ഫാനെ തൂക്കിയിട്ട് റെഡിയായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പോലീസിനെ ഇപ്പം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളത്, നേരെ ഒന്ന് വെളുക്കട്ടെ, 6 മണിയായിട്ട് നീ എന്നെ വന്ന് കണ്ട് നാം തമ്മിൽ സംസാരിച്ച ശേഷം നിനക്ക് ആത്മഹത്യ ചെയ്യാനോ ബാക്കി എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരാം. ഞാൻ അതിനു മുൻപ് നിന്നെ വിളിക്കുകയോ നിൻ്റെ സഹോദരിമാരുണ്ട് അവരെ വിളിച്ചു പറയും ഒന്നും ഞാൻ ചെയ്യുകയില്ല. അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. കാരണം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, നീ തൽക്കാലം ചെയ്തില്ലെങ്കിൽ നാളെ നിനക്ക് ചെയ്യുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് നീ തന്നെ ബോധ്യപ്പെട്ടതിൽ നിന്ന് പിന്മാറുകയാണ് ആവശ്യമായിരിക്കുന്നത്. അത് നിനക്ക് തീരുമാനിക്കാനുള്ള കാര്യമാണ്. എന്തായിരുന്നാലും നീ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, എനിക്ക് ഒരു 2 മണിക്കൂർ സമയം ഒന്ന് നീട്ടി വെക്കുവാൻ തക്കവണ്ണം നീ തരണം. അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും നീ വന്നാൽ ഞാൻ നിന്നെ കാണാം. എനിക്കത് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വെളുപ്പിന് 6 മണിക്ക് എന്നെ വരണമെന്ന് പറഞ്ഞു. ശരി അച്ഛൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ 6 മണിക്ക് വന്നു. ഞാൻ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടു, മനസ്സിലാക്കി. അവനതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു. അവൻ്റെ നിരാശയുടേതായ അടിത്തട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ശുശ്രൂഷയിൽ വരാൻ പറഞ്ഞു. അവൻ അടുത്ത ആഴ്ചയുടെ ശുശ്രൂഷയിൽ വരാൻ തുടങ്ങി. അങ്ങനെ സമാധാനത്തിൻ്റേതായിട്ടൊരു അവസ്ഥയിൽ അവൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ആരോ അവൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഏതോ പ്രത്യേക സഭയിൽ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിളിച്ച് അവിടെ നാട്ടിൽ അറിയിച്ചപ്പോൾ അവിടെ വളരെയധികം പ്രക്ഷോഭമായി. അവൻ നാട്ടിൽ പോയപ്പോൾ, എന്തിനാണ് നീ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അങ്ങനെ പാരമ്പര്യത്തിൻ്റെയും കുടുംബ മഹിമയുടെയും ഒക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിൽ നിന്നും വിലക്കി. അവൻ ശുശ്രൂഷയിൽ വരാതായി. അവൻ തിരികെ നാട്ടിൽ നിന്ന് വന്നു. ശുശ്രൂഷ വന്നില്ല. എനിക്കിവൻ്റെ കാര്യത്തെക്കുറിച്ച് വളരെ ഭയമുണ്ട്. പക്ഷേ ഞാൻ ഏതെങ്കിലും തരത്തിൽ വീണ്ടും അവൻ്റെ മാതാപിതാക്കന്മാരോടോ അല്ലെങ്കിൽ സഹോദരിമാരോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കും. ഞാൻ മൗനമായിരുന്നു. 90 ദിവസത്തിനകം അവന് ആത്മഹത്യ ചെയ്യാറുണ്ട്. അവൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഒരു വെളുപ്പിനെ അവൻ ആത്മഹത്യ ചെയ്തു. ആ സഹോദരി എന്നെ വിളിച്ച് പറയുമ്പോഴാണ് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ അവനവിടെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവമാക്കേണ്ട ദൈവിക സമാധാനമല്ല പ്രധാനം, മറ്റൊരിടത്ത് പോകരുതെന്നുള്ള വിലക്കാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് പോയതെന്ന് പറഞ്ഞാൽ ഇത് സഭയല്ല. അപ്രകാരമുള്ള സഭകളിൽ പോകുന്നത് തെറ്റാണ്, ശരി, മാതൃസഭയിൽ ഉറച്ചിടണം. അങ്ങനെയുള്ള തത്വങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തങ്ങളുടേതായിട്ടുള്ള അംഗസംഖ്യ കുറയുമെന്നോ അല്ലെങ്കിൽ സമ്പത്ത് കുറയുമെന്നോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രസ്റ്റീജ് പോകുമെന്നുള്ള ധാരണയിലാണ്
പലപ്പോഴും ഇപ്രകാരം അനേകരെ വിലക്കുവാൻ കഴിയുന്നത്. ഒരുപാട് പീഡനങ്ങൾ ഇങ്ങനെ ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെയൊക്കെയും എൻ്റെ മാതൃസഭയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് ബലഹീനനായ ഞാൻ പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ സഭയല്ല പ്രശ്നം, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ്. അനേകർക്ക് ദൈവത്തെ അനുഭവമാക്കുവാൻ തക്കവണ്ണം അവരുടെ ഭാഷകളിൽ, ഗോത്ര ഭാഷകളിൽ ദൈവവചനം അവർക്ക് നൽകുക. യേശുവിൻ്റെ സ്നേഹവും കരുണയും അനേകർക്ക് പകർന്നു കൊടുക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ. അപ്പോൾ അപ്രകാരമുള്ളൊരു ദർശനത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകും, കാര്യങ്ങൾ മനസ്സിലാക്കാതെ പല രീതികളിലുള്ള വിമർശനങ്ങളുണ്ടാകും. പക്ഷേ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ യാതൊരു ഭയവുമില്ലാതെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായിട്ട് സർവശക്തനായ ദൈവം നടത്തുന്നുണ്ട്. ഭർത്തിമായെ സംബന്ധിച്ച് അവരുടെ മുഖങ്ങൾ കാണുവാൻ കഴിയത്തില്ല, കാരണം അവൻ അന്ധനാണ്. പക്ഷേ അവരുടെ ശബ്ദം കേട്ടു, അവൻ ആ ശബ്ദത്തെ വകവെച്ചില്ല. അവൻ വീണ്ടും നിലവിളിച്ചു, അവൻ്റെ പൂർവാധികം ശക്തിയോടെ മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് അവൻ നിലവിളിച്ചു. യേശു ആ ശബ്ദം കേട്ടു, യേശു നിന്നു. ഹി സ്റ്റുഡ് സ്റ്റിൽ, ജീസസ് സ്റ്റുഡ് സ്റ്റിൽ. അതാ പറയുന്നത്, സ്റ്റാൻഡിങ് അല്ല, സ്റ്റുഡ് സ്റ്റിൽ. പെട്ടെന്ന് അവൻ പിടിച്ചു നിർത്തിയ പോലെ നിന്നു. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം അടുത്ത് നിന്നവരോട് യാചിച്ചു. യേശു അവിടെ നിൽക്കുകയാണ്. ഇവൻ എവിടെയാണ്? വഴിവക്കിലാണ്. യേശു നിന്നപ്പോൾ ആ ജനാവലി മുഴുവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് നിന്നവരൊക്കെ പറഞ്ഞു, അതെ, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. അവന് അത് കേട്ട മാത്രയിൽ അവനെ ചുറ്റിയിരുന്ന പുതപ്പെടുത്ത് ദൂരെ എറിഞ്ഞുവെന്നാണ് വിശുദ്ധ മർക്കോസ് ലീഹ രേഖപ്പെടുത്തുന്നത്. സാധാരണ ഈ അന്ധന്മാർക്ക് ഒരു പുതപ്പുണ്ട്, ഇങ്ങനെ ചുറ്റി വെച്ചേക്കും. എന്നിട്ട് ആ പുതപ്പാണ് ധർമ്മം തരണേ എന്നിങ്ങനെ യാചിക്കുന്നത്. കാരണം മുൻവശത്ത് വിരിച്ചിരുന്ന് കഴിഞ്ഞാൽ പോകുന്നവരൊക്കെ അതിൽ നിന്ന് പൊറിക്കൊണ്ട് പോകും. അപ്പോൾ ഇതിങ്ങനെയായിട്ട് കിലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്തെ ഒരു പതിവെന്ന് പറഞ്ഞാൽ ഈ വല്ലൊരു ഇടുമ്പോഴത് അവനറിയാം അതിൽ വീഴുന്നുണ്ടെന്നുള്ളത്. ആരും പറിച്ചുകൊണ്ട് പോവുകയില്ല. അവനെ ചുറ്റിയിരുന്ന ആ പുതപ്പ് എടുത്ത് ദൂരെ എറിഞ്ഞു. എന്നിട്ട് ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തി. യേശു അവിടെ നിൽക്കുകയാണ്. വളരെ ശാന്തമായിട്ട് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? അങ്ങനെ ചോദിക്കുവാനൊരു കാരണമുണ്ട്. ഇവൻ യേശുവിനോട് പ്രത്യേകമായിട്ടൊരു കാര്യം സാധിക്കണമെന്ന് പറഞ്ഞില്ല. ഒരുവൻ്റെ ജീവിതത്തിൽ അനേകമായ ആഗ്രഹങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞില്ല. അവൻ യേശുവിനോട് അപേക്ഷിച്ചത് അവനോട് കരുണ തോന്നണമെന്നാണ്. ഏത് തലത്തിലാണ് കരുണ തോന്നേണ്ടത്? പല കാര്യങ്ങൾക്ക് കരുണ തോന്നാമല്ലോ. എനിക്കിങ്ങനെ ഇനി ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് എനിക്കാവശ്യമായ സമ്പത്ത് വേണം, അല്ലെ എനിക്ക് ഭവനമില്ല, എനിക്കൊരു ഭവനം തരണം, അല്ലെ എനിക്ക് വിവാഹം കഴിക്കണം, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചോദിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് അവനോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നാണ് നീ ഇച്ഛിക്കുന്നത്? അവൻ പറയുന്നു, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബൂനി എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായൊരു വാക്കാണ്. ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും വളരെയധികം വിശ്വാസത്തിൻ്റെയും ഒക്കെയുള്ളൊരു വാക്കാണ് റബൂനി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മഗ്ദലക്കാരി മറിയ ആ കവറിൻ്റെ വാതിൽക്കൽ വെച്ച് വിളിക്കുന്ന വാക്കാണ് റബൂനി, ഗുരു. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ, ആദരവിൻ്റെ അത്യുച്ചകോടിയിൽ പ്രകടമാക്കുന്ന ഒരു അഭിസംബോധനയാണ് റബൂനി. എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനോട് പറയുകയാണ്, പോവുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നീ എന്നോട് പറയുമ്പോൾ എനിക്കത് ചെയ്തു തരുവാൻ കഴിവുണ്ടെന്നാണ് നീ വിശ്വസിച്ചത്.
അതുകൊണ്ട് അതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പോവുക. യേശു മുൻപോട്ട് പോവുകയാണ്. കാഴ്ച അവൻ പ്രാപിച്ചു. അപ്പോൾ അതുവരെയുമുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ അവന് ലഭിച്ച ആ അല്പസമയം യേശുവിനോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ ജനക്കൂട്ടം വർദ്ധിക്കുമ്പോൾ ഭിക്ഷക്കാർ കൂടുതൽ ശബ്ദത്തിൽ തങ്ങൾക്ക് ഭിക്ഷ തരയണമേ എന്നാണ് യാചിക്കാറുള്ളത്. അപ്പോഴാണ് വല്ലതും വീണ് കിട്ടുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അവർക്ക് നല്ല വരുമാനമുണ്ടാകുന്നത്. വലിയൊരു ജനക്കൂട്ടം പോകുന്നുവെന്ന് അവൻ അറിഞ്ഞു. അതിൻ്റെ കാരണം യേശുവാണ് പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കി. ആ അവസ്ഥയിൽ ഭിക്ഷ യാചിക്കുവാനുള്ള ഒരു അവസരമായിട്ടല്ല അവനതിനെ എടുത്തത്. താൽക്കാലികമായ കുറച്ച് വരുമാനം ലഭിക്കുന്ന ഒരവസ്ഥയായിട്ടല്ല അവനതിനെ കണ്ടത്. അവൻ യേശുവിനോട് നിലവിളിക്കുവാനുള്ള അവസരമായി, യേശുവിൽ എത്തിപ്പറ്റുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യമായിട്ട് അവനതിനെ കണ്ടു. He took that opportunity to reach Jesus. You see, he could ask alms. Definitely he would have got a very good amount of money that day because such a big crowd was there. They were walking with Jesus. Definitely when they go with Jesus, they'll be more compassionate. So we can expect him to have a very good source of income that day. But he never bothered about that. He wanted Jesus in his life. And that's what he cried out with a louder voice. And we find him finally reaching Jesus. So Jesus asked him, what exactly do you want me to do for you? I want my sight. And Jesus says, yes, have your sight back. പോവുക, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. Be it as your faith. And we find him instantly receiving his sight. അവന് കാഴ്ച ഉടനെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. സൗഖ്യമാക്കിയ ശേഷം യേശു തൻ്റെ യാത്ര തുടരുകയാണ്. എന്നാൽ ആ സൗഖ്യമാക്കിയ ശേഷം പോകാൻ പറഞ്ഞു. യേശു വേറൊന്നും അവനോട് പറയുന്നില്ല. പോവുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ യേശുവിൻ്റെ സൗഖ്യം പല രീതികളിലാണ് വ്യക്തികൾ അനുഭവപ്പെട്ടത്. ഇവിടെ ബർത്തിമായ്ക്ക് അവൻ്റെ കാഴ്ച മടക്കി കിട്ടി. അവൻ്റെ കാഴ്ച അവന് ലഭിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞത് പോകാനാണ്. പക്ഷെ അവൻ പോയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ യേശുവിനെ മഹത്വപ്പെടുത്തി. യേശുവിനെ മഹത്വപ്പെടുത്തി എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനേകം രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ യേശുവിനെ മഹത്വപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില വിരളമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. നിങ്ങളെ തന്നെ എന്ന് പുരോഹിതന്മാരെ കാണിക്കുവാൻ പറഞ്ഞ് അയക്കുമ്പോൾ അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ അതിലൊരുവൻ മാത്രമാണ് മടങ്ങി വന്ന് യേശുവിന് നന്ദി അറിയിക്കുന്നത്, യേശുവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ അനേകമായ സന്ദർഭങ്ങളിൽ അനേകമായ സൗഖ്യങ്ങൾ അനേകായിരങ്ങൾക്ക് ലഭിക്കുമ്പോഴും ആ സൗഖ്യത്തിനായിട്ട് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് നാം വിരളമായിട്ടേ കാണാറുള്ളൂ. ഭർത്തിയുമായി യേശുവിനെ മഹത്വപ്പെടുത്തി, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. യെരിഹോവിൽ നിന്ന് അവൻ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. സാധാരണഗതിയിൽ അന്ധനായ ഒരു മനുഷ്യൻ
അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെയും ഈ ലോകത്തെ കണ്ടിട്ടില്ല, അവൻ്റെ മാതാപിതാക്കന്മാരെ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ലാത്ത അവസ്ഥയിൽ അവന് കാഴ്ച കിട്ടുമ്പോൾ അവൻ അത്യധികം ആഗ്രഹിക്കുന്നത് അവനെ അതുവരെയും ശുശ്രൂഷിച്ച വളർത്തിയ മാതാപിതാക്കന്മാരെ കാണണമെന്നാണ്. അവൻ്റെ ഭവനത്തിലേക്ക് പോകണമെന്നാണ്. ഇതൊരു സ്വാഭാവിക നീതിയാണ്, അങ്ങനെ പോയാൽ തെറ്റില്ല. പക്ഷേ ബർത്തിമോയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയില്ല. അവൻ നേരെ പോകുന്നത് യേശുവിൻ്റെ പിന്നാലെയാണ്. യേശു യെരുശലേമിലേക്ക് പോവുകയാണ്, തൻ്റെ അന്ത്യയാത്രയാണ്. ബർത്തിമായും അവനെ അനുഗമിക്കുകയാണ്. 3 സുവിശേഷങ്ങളിൽ ബർത്തിമയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ മർക്കോസ് മാത്രമാണ് അവൻ തിമയുടെ മകനാണെന്ന് രേഖപ്പെടുത്തുന്നത്. പാരമ്പര്യം പറയുന്നത് ഈ ബർത്തിമായി കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പ്രവർത്തിച്ചു. കർത്താവിൻ്റെ ക്രൂശമരണത്തിൽ അവൻ യെരുശലേമിലുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിലുണ്ട്, അതിനെല്ലാം അവൻ സാക്ഷിയാണ്. അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവനൊരു ഐഡൻറ്റിറ്റി വിശുദ്ധ മർക്കോസ് കൊടുക്കുന്നത്. എത്രയോ കുരുടന്മാരെ സൗഖ്യമാക്കി, എത്രയോ രോഗികളെ സൗഖ്യമാക്കി, എത്രയോ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ ബർത്തിമായി തിമയുടെ മകനാണ് എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് അവനെല്ലാം വെടിഞ്ഞ് യേശുവിനെ അനുഗമിച്ചതുകൊണ്ടാണ്. പലപ്പോഴും ആത്മീയ യാത്രയിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കഴിയുന്നില്ല. യേശുവിനെ അവൻ അനുഗമിക്കുമ്പോൾ അവൻ യേശുവിൻ്റെ സാക്ഷിയാവുകയാണ്. നമുക്ക് യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. യേശു തന്ന സൗഖ്യത്തെക്കുറിച്ച് പലപ്പോഴും മറ്റുള്ളവരോട് പറയുവാൻ സാധ്യമല്ല. ഇവിടെ ബർത്തിമായി സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ കൂടെയുള്ള അവൻ്റെ യാത്ര തന്നെ വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് അവൻ കാഴ്ച പ്രാപിച്ച ശേഷം ചെയ്തത് അവൻ യേശുവിനെ മഹത്വപ്പെടുത്തി. രണ്ടാമതായിട്ട് അവൻ ചെയ്തത് യേശുവിനെ അനുഗമിച്ചു. ശരി, ഞാൻ വീട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കന്മാരൊക്കെ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കുരുടനായിരുന്നല്ലോ, അതുകൊണ്ട് കർത്താവേ ഞാൻ അങ്ങനെ അനുഗമിക്കാം. ഇല്ല, കർത്താവ് പിന്നെ യാതൊരു സംഭാഷണവും അവനുമായിട്ടില്ല. അവൻ കർത്താവിനോടൊന്നും പറയുന്നുമില്ല. കർത്താവ് മുൻപോട്ട് പോവുകയാണ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. തിരഞ്ഞെടുപ്പ് നിൻ്റേതാണ്. നീ അപേക്ഷിച്ചത് യേശു നിനക്ക് തന്നു. ബാക്കിയുള്ള പ്രവർത്തനം നിൻ്റേതാണ്. നീയാണ് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വയം സമർപ്പിക്കേണ്ടത്. അത് നിൻ്റെ സ്വാതന്ത്ര്യമാണ്. യേശു ഒരിക്കലും അവരോട് പറഞ്ഞില്ല, നീ എന്നെ മഹത്വപ്പെടുത്തണം, നീ എൻ്റെ പിന്നാലെ വരണം. ഇല്ല, ഒരു ഉപാധികളുമില്ലാതെയാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. എന്നാൽ അവൻ യേശുവിൻ്റെ സൗഖ്യത്തിന് സാക്ഷിയായി മുൻപോട്ട് പോയി. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, ജനങ്ങളെല്ലാം ഇത് കണ്ട് ദൈവത്തെ സ്തുതിച്ചു. അതാണ് മൂന്നാമതായിട്ടുണ്ടായ കാര്യം. 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, അവൻ യേശുവിനെ മഹത്വപ്പെടുത്തി. 2, അവൻ യേശുവിൻ്റെ പിന്നാലെ യെരുശലേമിലേക്ക് പോകുന്നു. മൂന്നാമതായിട്ട് ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം, ഒന്നാമത് യേശുവിനോടുകൂടെ തന്നെ ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായിട്ട് യെരിഹോ പട്ടണം അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി അതിന് കാരണക്കാരൻ, ബർത്തിമായി. അവൻ ആരോരുമില്ലാത്തവനായിട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട്, സമൂഹം വെറുക്കുന്നവനായിട്ട്, തള്ളപ്പെട്ട വഴിയരികിലിരിക്കുന്ന ഒരുത്തനായിരുന്നു. പക്ഷേ യേശുവിലുള്ള അവൻ്റെ അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും ആണ് യെരിഹോ പട്ടണത്തെ ഇളക്കി മറിക്കുവാൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയൊരു അത്ഭുതം നടക്കുവാൻ തക്കതിനോണം മുഖാന്തരമായി തീർന്നത്. യേശുവിൻ്റെ യാത്രകളിൽ യേശുവിനെ നിർത്തുവാൻ തക്കതിനോണം
അവൻ്റെ നിലവിളിക്ക് കഴിഞ്ഞു. പരമാർത്ഥമായ ആഗ്രഹമുള്ള, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് യേശുവിനെ കണ്ടെത്തുവാൻ ആഗ്രഹമുള്ള ഓരോരുത്തർക്കും യേശു സമീപസ്ഥനാണ്. നമുക്കറിയാം സക്കായിയുടെ ചരിത്രം. അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവൻ നീളത്തിൽ കുറവുള്ളവനാണ്, യഹൂദ സമൂഹം വെറുക്കുന്നവനാണ്, പരസ്യമായിട്ട് യേശുവിനെ കാണുവാൻ സാധ്യമല്ല. അവൻ ഓടി യേശു വരുന്നതിന് വളരെ മുൻപ് ഒരു കാട്ടത്തിൽ കയറിയിരിക്കുകയാണ് യേശുവിനെ കാണാൻ. അവൻ്റെ ഹൃദയം നിറയെ യേശുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. യേശു നടന്നു വരികയാണ്. നമുക്കറിയാം, നടന്നു പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ആകാശത്തേക്ക് നോക്കി നടക്കില്ല, മുൻപോട്ട് നോക്കി നടക്കുകയുള്ളൂ. പക്ഷേ സക്കായിരിക്കുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ യേശു നിന്നു. യേശു നിന്ന രണ്ടാമത്തെ സന്ദർഭമാണ്. യേശു നിന്നു. സക്കായിയെ വേഗം പറയുക, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ഇന്ന് ഒരു വലിയ മഹാമാരി മൂലം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ കഷ്ടതയിലും പ്രയാസത്തിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കഷ്ടത്തിൻ്റെ നടുവിലും ഈ പ്രയാസങ്ങളുടെ നടുവിലും ഇപ്രകാരം ഭർത്യമായ പോലെ യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ അനേകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. യേശുവിൻ്റെ കാലത്ത് അവിടെ സഭയുണ്ട്, പുരോഹിതന്മാരുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ആത്മീയമായ കാര്യങ്ങളൊക്കെയും നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ ഒരുവനെ രക്ഷിക്കുവാനോ സൗഖ്യമാക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും അവർക്കില്ല. യേശു കടന്നു വന്ന് രോഗികളെ സൗഖ്യമാക്കി. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെയും അവൻ ആശ്വാസവും പ്രത്യാശയും വിടുതലും നൽകി. എൻ്റെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഇതൊരു പാഠമാണ്. ഇന്ന് ഇപ്രകാരമുള്ള അനേക സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന് അനേകരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ സന്നിധിയിലേക്ക് സകലതും മറന്നും മടങ്ങി വരുവാൻ കൊണ്ട് അവന് കഴിയുന്നില്ല. യേശുവിൻ്റെ വിളി കേൾക്കുവാൻ അവന് കഴിയാറില്ല. പലവിധമായ ചിന്തകളാണ് അനേകരെ ഭരിക്കുന്നത്. എരിയോ തെരുവീതിയിൽ ഒരുപാട് യാചകരുണ്ടായിരുന്നു. മുടന്തന്മാർ, കുരുടന്മാർ എന്ന് വേണ്ട മറ്റ് പല രോഗങ്ങളുള്ള അനേകരുണ്ടായിരുന്നു. എല്ലാവരെയും വഴി നിരത്തിയിട്ടേക്കണം, യാചകരല്ലേ ഭിക്ഷ ലഭിക്കുവാൻ. പക്ഷേ സൗഖ്യമായത് ഒരുവൻ മാത്രം, യേശുവിനെ വിളിച്ചപേക്ഷിച്ച ഒരുവൻ മാത്രം. അതുകൊണ്ട് ഇന്നത്തെ ഈ വലിയ മഹാമാരിയുടെ അവസ്ഥയിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അവൻ നമ്മളുടെ ശബ്ദം കേൾക്കും. യേശുവിൻ സന്നിധിയിൽ വരുവിൻ, യേശുവിൻ സന്നിധിയിൽ അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ. അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ. ആശ്വാസമാണവൻ, ആനന്ദമാണവൻ, ഈ ലോകയാത്രയിൽ ആലംബമാണവൻ. ആശ്വാസമാണവൻ, ആനന്ദമാണവൻ, ഈ ലോകയാത്രയിൽ ആലംബമാണവൻ. യേശുവിൻ സന്നിധിയിൽ വരുവൻ, യേശുവിൻ സന്നിധിയിൽ അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ. അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ. മനസ്സിൻ വേദനയിൽ തളരും സന്താപവേളകളിൽ യേശുവിൻ ചാരെ വന്നിടുവിൻ, യേശുവിൽ ചാരിടുവിൻ. യേശുവിൻ ചാരെ വന്നിടുവിൻ, യേശുവിൽ ചാരിടുവിൻ. ആശ്വാസമാണവൻ, ആനന്ദമാണവൻ, ഈ ലോകയാത്രയിൽ ആലംബമാണവൻ. ആശ്വാസമാണവൻ, ആനന്ദമാണവൻ, ഈ ലോകയാത്രയിൽ ആലംബമാണവൻ. യേശുവിൻ സന്നിധിയിൽ വരുവൻ, യേശുവിൻ സന്നിധിയിൽ അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ.
അധ്വാനിക്കും സോദരരെ, ഭാരം ചുമപ്പവരെ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങളിന്ന് എവിടെ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തിരുന്നാലും യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങളുടെ കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെയും പരിഹാരം നൽകുവാൻ യേശു മതിയാവനാണ്. രോഗബാധ ഇല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ കെടുതികൾ പല തലങ്ങളിലാണ്. ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിലെത്താൻ കഴിയാത്തവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നവർ, അങ്ങനെ അനേകർ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർ അനേകരാണ്. മുൻപോട്ട് ജീവിതം കൊണ്ടുപോകാൻ തക്കോണം കഴിയുകയില്ല എന്ന് ചിന്തിച്ച് ജീവനൊടുക്കുന്നവർ, അതെല്ലാം ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ മകള് ഇപ്രകാരമുള്ള കെടുതിയുടെ അവസ്ഥയിൽ കോവിഡിൻ്റേതായിട്ടുള്ള ബാധയുണ്ടായി എന്നറിഞ്ഞ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ട്. കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരിയാണ്. പല രീതിയിൽ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ നട്ടം തിരിയുന്നവർ. ഈ സമയത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഭർത്തിമായി തൻ്റെ കൂരിരുട്ടിൽ കണ്ട യേശു ക്രിസ്തുവിനെയാണ്. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഭർത്തിമായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ ഒരു ലജ്ജയുമില്ലായിരുന്നു. ഉറച്ചു വിളിച്ചത് അവൻ്റെ പ്രാർത്ഥനയാണ്. സുവിശേഷം കേട്ടു. യേശുവാണ് നടന്നു പോകുന്നുള്ളതാണ് സുവിശേഷം. യേശുവിനെക്കുറിച്ച് അവൻ കേട്ടു, അതാണ് സുവിശേഷം. ഉടൻ അവൻ പ്രതികരിക്കുകയാണ്. താമസിച്ചില്ല, ഉടൻ പ്രതികരിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. അതവൻ്റെ പ്രാർത്ഥനയാണ്. മറ്റാര് കേട്ടാലോ കേട്ടില്ലെങ്കിലോ ഒന്നും അവൻ്റെ വിഷയമല്ല. ആര് കേൾക്കുന്നു എന്നുള്ളത് അവൻ്റെ ചിന്തയല്ല. അവൻ സമ്പൂർണമായി അവൻ്റെ കഷ്ടതയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് യേശുവിനോട് നിലവിളിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് യേശുവിനെ പിടിച്ചു നിർത്തി. യേശു എരിഹോവിൻ്റെ തെരുവീതിയുടെ നടുവിൽ നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി? ഭൃത്യമായി തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ എന്തായിരുന്നാലും, അത് രോഗക്കിടക്കായിരുന്നിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ എന്നെ കേൾക്കുന്നത് ഒരു ക്വാറൻറ്റൈനിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആശുപത്രി ഉൾമുറിയിൽ നിന്നായിരിക്കാം, അല്ലെ ഭവനത്തിൽ തന്നെ നിങ്ങൾ ക്വാറൻറ്റൈനിൽ കഴിയുകയായിരിക്കാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ഏതവസ്ഥയിലായിരുന്നാലും യേശുവിൽ പരിഹാരമുണ്ട്. ഉറച്ചു വിശ്വസിക്കുക. ഇതുവരെയും യേശുവുമായിട്ടൊരു ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. കാരണം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും യേശു ഉപേക്ഷിക്കുകയില്ല. ക്രൂശിൽ കിടക്കുമ്പോൾ ആ കള്ളനോട് പോലും യേശുവിന് മനസ്സലിഞ്ഞ് പ്രതികരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് തലത്തിലായിരുന്നാലും ഇന്നുവരെ നിനക്ക് യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, നീ യേശുവിനെ മറന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതല്ല, നീ ആദ്യമായിട്ടാണ് യേശുവിനെക്കുറിച്ച് കേൾക്കുന്നത്, സഹോദര, യേശുവിന് നിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് അറിയാം. അവന് നിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയും. അവന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. ഒരേ കാര്യമേ ഉള്ളൂ, ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് വരണം, അത്രമാത്രം. അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് യാചകർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് ഭർത്തിമായ്ക്ക് ലഭിച്ചത്. കൂടെ നടന്ന 100 കണക്കിന് ആളുകൾക്ക് ലഭിക്കാത്ത സൗഖ്യമാണ് ഭർത്തിമായ്ക്ക് ലഭിച്ചത്. എന്തുകൊണ്ട്? അവൻ യേശുവിനെ തേടി. അവൻ മാത്രമാണ് യേശുവിനോട് നിലവിളിച്ചത്. മറ്റൊരെല്ലാവർക്കും ആ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു.
കൂടെ നടക്കുന്നവർക്കുണ്ടായിരുന്നു, മുട്ടിരുമി നടക്കുന്നവർക്കുണ്ടായിരുന്നു, അനേക ദിവസങ്ങളായിട്ട് തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു, വഴിവെക്കൽ കിടക്കുന്നവർക്കുണ്ടായിരുന്നു. പക്ഷേ മുൻപോട്ട് വന്നത് ബർത്തിമായി മാത്രം. ബർത്തിമായ്ക്ക് ലഭിച്ചതൊരു ചെറിയ അവസരമാണ്. 3-4 മിനിറ്റ് യേശുവാണെന്നുള്ള ആ വലിയ വാർത്ത അവൻ്റെ ചെവിയിൽപ്പെടുമ്പോൾ അവനുടൻ പ്രാർത്ഥിക്കുകയാണ്. അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു, അവനത് വാവാക്കാതെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ചവനായി അവൻ യേശുവിനെ പിന്തുടരുകയാണ്. ഒരു പുതിയ തീരുമാനത്തോടു കൂടി യേശുവിനെ സമീപിക്കണം. അനേകർക്ക് ഇന്ന് രോഗസൗഖ്യം ആവശ്യമുണ്ട്, അനേകർ പ്രയർ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ നാം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ, ശിഷ്ടമുള്ള ആയുസ്സിനെ മാറ്റിവെച്ചെന്ന് ഞാൻ അധികം കേട്ടിട്ടില്ല. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു പുതിയ തീരുമാനമെടുത്തെന്ന് ഞാൻ കേട്ടിട്ടില്ല. ജീവിതത്തിൽ ഇന്നത് സാധിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. യേശു എങ്ങനെ പ്രവർത്തിക്കും? നീ യേശുവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുക. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ, ബർത്തിമായ പോലെ യേശുവിന് പിന്നാലെ പോകുവാൻ ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ബലിയില്ല ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, ബർത്തിമായ പോലെ ഉടനടി പ്രതികരിക്കുവാൻ തക്കതിനുവണ്ണം, നിന്നോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ പ്രതികരിക്കുവാൻ വളരെ താമസമുള്ളവരാണ്. ബർത്തിമായ പോലെയുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് തരണം, വിശ്വാസം തരണം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് കൂരിരുട്ടിലും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് നിലവിളിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും സഹായിക്കണമേ. അവർ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവെ, നീ അവർക്ക് വിടുതലും ആശ്വാസവും നൽകി നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയുക്തമാക്കണമേ. അതോടൊപ്പം കർത്താവെ, ബർത്തിമായ പോലെ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാനുള്ള പുതിയ തീരുമാനവുമായിട്ട് ലോകത്തിന് മുന്നിൽ സാക്ഷ്യങ്ങളായിട്ട് തീരുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ COVID-19 കെടുതി മൂലം വലയുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. രോഗം ബാധിച്ചിരിക്കുന്ന രാജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജീനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അൻസായെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതോടൊപ്പം ലില്ലിക്കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജൂബി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജിനോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പോൾസണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വിടുതലയക്കണമേ കർത്താവെ. നീ അനേകരെ സൗഖ്യമാക്കി. ഞങ്ങളുടെ ലിസ്റ്റ് കുറഞ്ഞു വരികയാണ്. അനേകരെ അങ്ങ് സൗഖ്യമാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ആ സൗഖ്യവുമായിട്ട് അവിടുത്തെ സാക്ഷ്യമായിട്ട് അവർ മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അതോടൊപ്പം ഈ സഹോദരങ്ങളെയും പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അതോടൊപ്പം കർത്താവെ, പ്രിയപ്പെട്ട മോഹനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഗുരുതരമായ രോഗബാധിതനായിട്ട് അവൻ കിടക്കുന്നു. അവന് കൊടുക്കുന്ന എല്ലാ വിടുതലിനായിട്ടും സ്തോത്രം. പൂർണ്ണ വിടുതലിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കാൽഗറിയിലുള്ള വിനുവിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും വിജയകരമായ അനുഗ്രഹപ്രദമായ സൗഖ്യം പകരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കലുള്ള കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനം നൽകണമേ. സ്നേഹമായ ബിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിലെ സോണിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ എന്നെ വിടുവിക്കണമേ, നീ എന്നെ പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, മാജിയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ വിടുവിക്കണമേ. ഐറീൻ എലിസബത്ത് ബാബുവിനോത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകളുടേതായിട്ടുള്ള ജോയിലുള്ള അസ്വസ്ഥതകൾക്ക് സമ്പൂർണ്ണമായ സൗഖ്യം നൽകുവാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കണമേ. രജി ഈപ്പനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള എല്ലാ സംഭ്രാന്തികൾക്കും ആശ്വാസം നൽകണമേ. ജൂബി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസിക വിഷമങ്ങളിൽ നിന്ന് അവളെ രക്ഷിക്കണമേ. മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ തക്ക ആത്മവിശ്വാസം നൽകി കർത്താവെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിവൃത്തിയില്ലാതെ കർത്താവെ മനസ്സ് തകർന്ന അവസ്ഥയിലായിരിക്കുന്ന അവൾക്ക്
അവിടുത്തെ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ നിന്ന് മടങ്ങിയിരിക്കുന്ന രജീപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ്റേതായിട്ടുള്ള ക്യാൻസറിനെ കുറിച്ചുള്ള ചികിത്സകളൊക്കെയും അവൻ കർത്താവെ ആരംഭിക്കുവാൻ പോകുന്നു. അവിടെ അവനെ പരിപൂർണമായിട്ട് വിടുവിക്കുവാൻ തക്കതിനൊന്നും ഹല്ലേലൂയ കർത്താവ് നീ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് കുഞ്ഞുങ്ങൾ നൽകുവാൻ തക്കവണ്ണം പ്രസാദിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതേ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. നീ എന്നെ വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ സുഖമില്ലാതിരിക്കുന്ന വിൽസൺ പുനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി വിടുതൽ നൽകണമേ. കോട്ടയത്ത് നിന്ന് അഞ്ചാനയ്ക്ക് പരിപൂർണ്ണ മോചനം നൽകി അവളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം. അച്ചാമ്മ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടൊറൻറ്റോയിലെ രീഷ്മ സുനിലിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ കടഭാരത്താൽ വലയുന്ന സിന്ധുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുഹീദിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് ആശ്വാസം നൽകണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ജോലിയില്ലാതിരിക്കുന്ന പാവപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. AP ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിജു സക്കരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൂസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീബ സക്കരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാലു കുവൈറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. റീസയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ മെറേൻ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അജി തോമസ് എറണാകുളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ടോം ജോണിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അവർക്ക് ആശ്വാസവും വിടുതലുമായി വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2 മാസമായിട്ട് ശമ്പളമില്ലാതെ വരുന്ന സുധർമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് അതിവേഗം ഒരു വാതിൽ തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ COVID-19 ആക്രമണ നിമിത്തം ആയിരിക്കുന്ന എൻ്റെ മക്കളെ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ കർത്താവെ നേഴ്സിങ്ങിൽ പ്രവർത്തിക്കുന്നവർ, അതോടൊപ്പം തന്നെ കർത്താവെ പാരാമെഡിക്കലിൽ എന്ന് വേണ്ട പല തലങ്ങളിൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചവരെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ മേഖലയിൽ കർത്താവെ ഈ വലിയ കെടുതിയിൽ അനേകായിരങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പകരുവാൻ തക്കണം അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നേഴ്സിങ്ങിൽ പ്രവർത്തിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ബെൻസി ജോസ് ദുബായ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവരെ നീ രക്ഷിക്കണമേ, സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലിൻഡ ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് സുമിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ന്യൂയോർക്കിലെ എല്ലാ സഹോദരിമാരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവെ രജിം മേരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാവ്യയും ടോണിയായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോളമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാന്തമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെൻസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രേണുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റൂബി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ കുവൈറ്റിൽ നിന്ന് അനിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോംസിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫിലഡൽഫിയയിൽ നിന്ന് അന്നാജോണിക്കുട്ടിയെയും ബ്രൈറ്റെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ നിന്ന് നീനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലേ കർത്താവെ ഷീബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോമോൾ ജോസിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുബായിൽ നിന്ന് കർത്താവെ ലിസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ലില്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മായയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാർജയിൽ നിന്ന് സോഫി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടിസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനിൽ നിന്ന് എൽസിയെയും ലിസിയെയും ലിസി സോണിയെയും ലിജിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അയർലൻഡിൽ നിന്ന് സോണയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഡോഹയിൽ നിന്ന് ഷിബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡിൽജി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. UK നിന്ന് അഞ്ജലി പോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആനി ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൻസി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലി ഓർത്ത് അബുദാബിയിൽ നിന്ന് ജെയ്മി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫുജറിൽ നിന്ന് വത്സ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അലി ഓർത്ത് നിൻ്റെ മക്കൾക്ക് നീ വിടുതലും ആശ്വാസവും പ്രത്യാശയും നൽകണമേ. റീന ജേക്കബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടി മാത്യുവിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കോവിഡ് രോഗികളെ പരിചരിക്കുന്ന ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സുശീലിനെ സൗഖ്യം കൊടുത്താൻ വീണ്ടും കോവിഡ് വാർഡിലേക്ക് പോയിരിക്കുന്നതിനെ അവിടെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റെബക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിലെ ഡോക്ടർ റീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകളെ പ്രത്യേകമായി ഉള്ളംകൈയിൽ സൂക്ഷിച്ചോണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മാത്യു തോമസിനായിട്ട് എന്നെ സ്തുതിക്കുന്നു. പ്രത്യേകം സൂക്ഷിക്കണമേ. ഡോക്ടർ ലെനോഡ് അലൈനിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ എലിസബത്ത് അലൈനിൽ കർത്താവ് രോഗികൾ നടുവിൽ പ്രവർത്തിക്കുന്നു. അവരെ വിടുവിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മിലിൽ നിന്ന് ജെയിനെ കടന്നു വരുവാൻ തക്കവണ്ണം അവൾക്ക് വഴിയും വാതിലും തുറന്ന് സഹായിക്കണമേ. അതേ നാഷണലിൽ നിന്ന് ആനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റെബക്കയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹൈദരാബാദിൽ നിന്ന് പ്രിയപ്പെട്ട മാർട്ടിൻ ഹെൻറിയും ഹിൽഡയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് നിൻ്റെ സന്ധിയിൽ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ അവർക്ക് വിടുതലും ആശ്വാസം നൽകി വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും തൊടുവാൻ കഴിയുകയില്ല. നിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. കർത്താവെ നീ അവരെ തീമതിലായി കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾ അവിടുത്തെ സ്ഥലം സമർപ്പിച്ചിരിക്കുന്ന
ഈ മക്കളെ മുഴുവനായി അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവരോട് കരുണ തോന്നണമേ കർത്താവ്. ഭൃത്യമായിട്ട് കരുണ തോന്നിയ കർത്താവ് ഈ മകൾക്ക് ആശ്വാസവും പ്രത്യാശ നൽകി മുൻപോട്ട് പോകുവാൻ, അവിടുത്തെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ, അനേകായിരങ്ങൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ വഴികളിലും അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ കൂടാരങ്ങൾക്ക് നീ കാവൽക്കാരനായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കാവലിലും കൃപയിലും ഈ ശുശ്രൂഷ സംബന്ധിച്ച് എപ്പാർപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഒരു മഹാമാരി അവരെ തൊടുവാനിടയാതെ, ഒരു കെടിയിൽ അവർ വീണു പോകാനിടയാതെ, കർത്താവ് ഒരു രോഗവും അവരെ തളർത്തുവാനിടയാതെ നീ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് അവരെ ശക്തിയിൽ നിറച്ച് നിൻ്റെ ബലത്തോടും നിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ മുന്നേറുവാൻ തക്കമുള്ള വലിയ അനുഗ്രഹം നീ ഓരോരുത്തർക്കും നൽകി വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവിന്റെ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സ്വഭാവം നമ്മൾ സ്വഭാവിച്ച എല്ലാ വിഷയങ്ങളും വഴി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് മാത്യൂസ് കെ എബ്രഹാം, റേച്ചൽ മാത്യൂസ്, IB, ലിബി ആൻഡ് സിബി, ന്യൂയോർക്ക്.